മകനെ ഇന്ന് എനിക്ക് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം. എടാ, നമുക്കതിന് കഴിയോ ഇന്ന്? എടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. അത് സത്യമേ, കാർത്തിക മരണപ്പെട്ടിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യം വരണം. ബോധ്യം വരണമെങ്കിൽ കാർത്തികയെ ജീവനോടെ കൊണ്ടുവരണം. അതിനാണല്ലോ അർജുൻ 15 ദിവസം സമയം ആവശ്യപ്പെട്ടത്. അർജുൻ എന്താ പറഞ്ഞത്? ഞാൻ വിളിച്ചിരുന്നു, ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. അവളോ? ശാലിനി? അവളാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോഴും കാർത്തികയെ കണ്ടെത്തും, കോടതി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ പിന്നീടൊന്നും പറഞ്ഞില്ല. ആരൊക്കെ എന്റെ കുഞ്ഞ് ജയിലിനകത്തെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യവും വിഷ്ണു തന്നെയാണ്. ഈ ചങ്കിടിപ്പോടുള്ള കാത്തിരിപ്പ് ഏറെ പ്രയാസം. ഞാൻ ആലോചിക്കുന്നത് വിഷ്ണു ബ്രോയുടെ കാര്യമാണ്. നമുക്ക് ഇത്രയും ചങ്കിടിപ്പുണ്ടെങ്കിൽ ബ്രോയുടെ കാര്യം എന്തായിരിക്കും? പിന്നെ ഒരുറപ്പുണ്ടാവും, കാർത്തികയെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ശാലിനി കണ്ടുപിടിച്ച് കോടതി കൊണ്ടുവരുമെന്ന്. എന്നിട്ട് അവൾ എന്ത് ചെയ്യും? എല്ലാവരെയും തീ തീറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുകയാണോ? അല്ലെങ്കിൽ കാർത്തികയെ കണ്ടെത്തിയിട്ടില്ലേ? അയ്യോ, എന്റെ വിഷ്ണു രക്ഷപ്പെടില്ലേ? മോനെ അർജുൻ, എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ? വിഷ്ണുവിനെ നമുക്ക് ഇന്ന് നമ്മുടെ ഒപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? ഓ, അതൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നമ്മൾ പറഞ്ഞ പ്രകാരം കാർത്തിക മരിച്ചിട്ടില്ലെന്നും മരണപ്പെട്ടതും മറ്റേതോ പെൺകുട്ടിയാണെന്നും നമ്മൾ തെളിയിക്കണം. അതായത് കോടതിക്ക് മുന്നിൽ ജീവനോടെ കാർത്തികയെ കൊണ്ടുവന്ന് നിർത്തണം. അതിനിപ്പോ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ കോടതിയിൽ നിന്നും 15 ദിവസത്തെ സാവകാശമാണ് ചോദിച്ചിരുന്നത്. അതനുസരിച്ച് ഇന്ന് കാർത്തികയെ കോടതിയിൽ ഹാജരാക്കാൻ കോടതി അനുവദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞനുസരിച്ച് കോടതി മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇനി കാർത്തികയെ ഇവിടെ എത്തിക്കേണ്ട ചുമതല ശാലിനിക്കുള്ളതാണ്. ഇതുവരെ ശാലിനിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഇനി ഏതാനും സമയം കൂടിയേ ബാക്കിയുള്ളൂ. ഇതുവരെ ശാലിനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കില്ലെന്നേ എനിക്ക് പറയാൻ പറ്റൂ. അർജുൻ, സത്യാമ്മ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല, കാര്യങ്ങളുടെ സത്യാവസ്ഥ ബോധ്യമാവാൻ വേണ്ടി പറഞ്ഞതാ. ശാലിനി നേരത്തെ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്ന ഞാൻ ഈസിയായി വിഷ്ണുവിനെ കേസിൽ നിന്ന് ഊരിത്തരാം. ആ ഒരു ഉറപ്പേ എനിക്കിപ്പോ സത്യാമ്മയ്ക്ക് തരാൻ പറ്റൂ. ഡിഫൻസ് കൗൺസിലിന് കോടതിയെ രേഖാമൂലം ബോധിപ്പിക്കാനും അറിയിക്കാനുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് കോടതി കടക്കുന്നത്. ഡിഫൻസ് കൗൺസിൽ പറയൂ, കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണോ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? മിലോഡ്, അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹം അവരെ അപരാധികളാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ കാണുമ്പോ ഈ സമൂഹം ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് സ്വയം ചിന്തിച്ചു പോവുകയാണ് മിലോഡ്. വഞ്ചനയും ദുഷ്ടതയും കൈ മുതലായുള്ളവർ കാശിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ കണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാവുകയാണ്. മിലോഡ്, ഒരു പരിസ്ഥിതി മലിനീകരണ പ്രശ്നമല്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്ന സങ്കീർണതകളല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലമല്ലല്ലോ കോടതി. കോടതിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ മനഃപൂർവ്വം ഡിഫൻസ് കൗൺസിൽ ശ്രമിക്കുകയാണ്. കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ കോടതിക്കറിയേണ്ടത് അതാണ്. ഉണ്ടെങ്കിൽ എവിടെ? മിലോഡ്, ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞറിയിക്കുക എന്നത് പറയുന്ന കാര്യം അത്രത്തോളം ഗൗരവമുള്ളതും മനസ്സിലാക്കേണ്ടതുമാണെന്നും ബോധ്യപ്പെടുത്തുവാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, യുവർ ഓണർ. ഒരാളുടെ ബോഡിയോട് അത്യന്തം ആദരവ് കാണിക്കേണ്ട സ്ഥാനത്ത് മോർച്ചറിയിൽ നിന്നും ആ ബോഡി ബലമായി എടുത്തുകൊണ്ട് പോയിട്ട് നെട്ടൂർ പാലത്തിലിട്ട് കത്തിച്ച് അത് കാർത്തികയുടെ ബോഡിയാണെന്ന് വരുത്തി തീർത്ത പോലീസിന്റെ ക്രിമിനൽ ബുദ്ധി അത്യന്തം ഭീകരവും ഭയാനകവുമാണെന്ന് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് മിലോഡ്. അന്നേ ദിവസം അവിടെ കത്തിക്കരിഞ്ഞ ബോഡി കാർത്തികയുടേതല്ലെന്നും
പ്രിയ എന്ന് പറയുന്ന അതേ പ്രായത്തിലും അതേ ശരീരഘടനയിലുള്ള പെൺകുട്ടിയുടേതാണെന്നും എല്ലുകളുടെയും പല്ലുകളുടെയും ശാസ്ത്രീയ പഠനത്തിലൂടെ ഫോറൻസിക് ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതി സമക്ഷം സമർപ്പിക്കുകയാണ്. കാർത്തിക മരണപ്പെട്ടിട്ടില്ലെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും കാർത്തികയെ കോടതിയിൽ ഹാജരാക്കാമെന്നും അതിനായി 15 ദിവസത്തെ സാവകാശം ചോദിക്കുകയും ചെയ്തത് എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ അർജുൻ ശങ്കർ തന്നെയാണ്. എവിടെ കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യണം മിസ്റ്റർ അർജുൻ. അല്ലാതെ അതും ഇതും പറഞ്ഞ് കോടതിയുടെ വിലപ്പെട്ട സമയം നീട്ടിക്കൊണ്ടുപോവുകയല്ല വേണ്ടത്. കാർത്തിക എവിടെ? മിലോഡ്, കാർത്തിക മരിച്ചിട്ടില്ല. കാർത്തിക മരിച്ചുവെന്നും പറഞ്ഞ് എന്റെ കക്ഷിയെ മനഃപൂർവ്വം കുറ്റവാളിയാക്കുമായിരുന്നു. കാർത്തികയെ ജീവനോടെ തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതാണ്. തെളിവ് ഈ നൂറ്റാണ്ടിൽ ഹാജരാക്കാൻ പറ്റൂ മിസ്റ്റർ അർജുൻ. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അത് കാണിക്കേണ്ടത് ഈ സ്ഥലത്തല്ല. ഇത് കോടതിയാണ്. ഇവിടെ വേണ്ടത് വ്യക്തമായ തെളിവുകളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? വലിയ കഷ്ടമാ. ഇത് തന്നെയല്ലേ അർജുൻ നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞത്? പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ച പോലെ കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ?